പ്രേക്ഷകർക്കും എൻ്റെ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഗ്രോത്ത് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഗ്രോത്താണ്. ഡോക്ടർ സ്വാഗതം. നമസ്തേ. ഓക്കെ, ഇന്ന് ഡോക്ടറോടുള്ള ആദ്യത്തെ കത്ത് നെയ്യാറ്റിൻകര ഗോപന്റെയാണ്. കച്ചവടം കൂടാനായി വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് സെയിൽസിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാമോ എന്നാണ് ഗോപൻ ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ. ഓക്കെ, ശ്രീ നെയ്യാറ്റിൻകര ഗോപൻ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കത്ത് എഴുതുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു കത്ത് എഴുതേണ്ടത്. കാരണം ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ നിരവധി തരത്തിലാണ് ബിസിനസ് ഉള്ളത്. അപ്പോൾ അതിന്റെ വെബ്സൈറ്റിന്റെ പ്രാധാന്യം പോലും വ്യത്യസ്തമാണ് എന്നിരിക്കെ നിങ്ങളുടെ കത്തിൽ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾ ഉൾപ്പെടുത്താത്തത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇനിയൊരു പ്രാവശ്യം നിങ്ങൾ കത്തെഴുതുമ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലോട്ട് കടന്നു വരാം. അപ്പൊ ഇതിൽ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം പോരാ, SEO എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. SEO എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലേ? യെസ്, അതായത് ഗൂഗിൾ പോലുള്ള സെർച്ചുകളിൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതിനായിട്ട് ആണ് നമ്മൾ SEO ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റുകളിലെ GA4 അല്ലെങ്കിൽ ക്ലാരിറ്റി പോലുള്ള അനലിറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യാവുന്നതും കൂടിയാണ്. കൂടാതെ തന്നെ വെബ്സൈറ്റുകളുടെ ട്രാഫിക്കുകൾ കൂടാനായിട്ട് സെർച്ച് എഞ്ചിനുകളിൽ എപ്പോഴും ആഡ്സ് റൺ ചെയ്യേണ്ടതും കൂടിയാണ്. സമയപരിമിതി കാരണം ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ശുഭോദയം.